ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും BT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ഫേഷ്യൽ ബ്യൂട്ടി സർവീസസ്. കോസ്മെറ്റിക് ഇലക്ട്രോതെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫേഷ്യൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ യൂണിറ്റിൽ. ഇലക്ട്രിക്കൽ കറണ്ട് സ്കിന്നിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ എഫക്ട്സും ഇംപ്രൂവ് ചെയ്യുന്നു. കോസ്മെറ്റിക് ഇലക്ട്രോതെറാപ്പിയെ 4 ക്ലാസിഫൈ ചെയ്യുന്നു. അവയൊന്ന് നോക്കാം. ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ്, അടുത്തത് ന്യൂറോ മസ്കുലർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, അതിന് ഷോർട്ടായി NMES എന്ന് പറയുന്നു. അടുത്തത് മൈക്രോ കറണ്ട് ഇലക്ട്രിക്കൽ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ, MENS എന്നറിയപ്പെടുന്നു. അടുത്തതായി ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ്. ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നത് ഈ പറയുന്നവയാണ്. ഒന്നാമതായി ഫേഷ്യൽ സ്റ്റീമിംഗ്, അടുത്തത് യൂസ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രഷ് ഫോർ ഡീപ്പ് ക്ലെൻസിങ്, നെക്സ്റ്റ് ഗാൽവാനിക് ഇലക്ട്രോഫേഷ്യൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ്, അടുത്തത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേഷ്യൽ മെഷീൻ, അൾട്രാസോണിക് എക്സ്ഫോളിയേഷൻ. ആദ്യത്തെ മെഷീൻ ഒന്ന് പരിചയപ്പെടാം. ഫേഷ്യൽ സ്റ്റീമർ. ചൂടുള്ള നീരാവി സ്കിന്നിൻ്റെ സർഫസിലുള്ള ശിശിരങ്ങളിൽ നിന്ന് ഇംപ്യൂരിറ്റീസിനെ, ബാക്ടീരിയയെ, ഡേർട്ടിനെ മുതലായവയെ നല്ലതുപോലെ റിമൂവ് ചെയ്യുന്നു. സ്റ്റീമിംഗ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, അതുപോലെ ശിശിരങ്ങൾ ഓപ്പൺ ആക്കുന്നു ക്ലെൻസിങ്ങിന് വേണ്ടി. ഇതിലുപരിയായി നല്ല റിലാക്സേഷനും നൽകുന്നു. സ്റ്റീമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് പരിചയപ്പെടാം. പോഴ്സ് ഓപ്പൺ ആക്കുന്നു, ബ്ലാക്ക് ഹെഡ്സ് ലൂസൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡേർട്സിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു, സ്കിന്നിൻ്റെ ഡെഡ് സെൽസിനെ ഷെഡ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ കൊഴിച്ചു കളയുന്നു, പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യുന്നു, മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ റിമൂവ് ചെയ്യുന്നു, ബാക്ടീരിയയെ കിൽ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ഇലക്ട്രിക്കൽ ബ്രഷ്. ഇതിനെ ഫേഷ്യൽ ക്ലെൻസിങ് ബ്രഷ് എന്ന് പറയാറുണ്ട്. പ്രൊഫഷണലായി ഡീപ്പ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. ഈ ബ്രഷ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് സ്കിന്നിൽ നിന്നും വളരെ ഡീപ്പായിട്ട് അഴുക്ക് റിമൂവ് ചെയ്യുന്നു. ഇത് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബ്രഷാണ്. ഇതിനൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെഡുണ്ട്. ഏകദേശം നമ്മളുടെ ടൂത്ത് ബ്രഷിനെ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് നല്ലതുപോലെ സ്കിന്നിൽ നിന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നു. ഇലക്ട്രിക് ബ്രഷിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. ഇത് ഒരു ലൈറ്റ് മസാജ് പോലെയാണ് സ്കിന്നിൽ നടക്കുന്നത്. അതിൻ്റെ ഫലമായി നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. മാത്രമല്ല ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമുകളുടെ ന്യൂട്രിയൻസ് സ്കിന്നിന് നല്ലതുപോലെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു. അതിലുപരിയായി ബെറ്ററും ഡീപ്പറുമായിട്ടുള്ള ക്ലെൻസിങ് ആണ് ഈ ഇലക്ട്രിക് ബ്രഷ് നൽകുന്നത്. എങ്ങനെയൊരു റൈറ്റ് ബ്രഷ് സെലക്ട് ചെയ്യാം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. എപ്പോഴും സോഫ്റ്റ് ബ്രിസിൽസ് ആയിട്ടുള്ള ബ്രഷ് വേണം തിരഞ്ഞെടുക്കാൻ. അടുത്തതായി സ്കിന്നിലുണ്ടാവുന്ന ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടി ബ്രഷിൻ്റെ എൻഡ് എപ്പോഴും റൗണ്ടഡ് ആയിരിക്കുക. അടുത്തതായി വാട്ടർ റെസിസ്റ്റൻറ്റ് ആയിട്ടുള്ള ബ്രഷസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഗാൽവാനിക് ഇലക്ട്രോഫേഷ്യൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ്. കോസ്മെറ്റിക് ഫേഷ്യൽ ഇലക്ട്രോതെറാപ്പിയിൽ കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഗാൽവാനിക് ട്രീറ്റ്മെൻറ്റ് സ്കിന്നിൻ്റെ ഡീപ്പ് ലെയറിൽ നിന്ന് ഇംപ്യൂരിറ്റീസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് സ്കിന്നിലേക്ക് നല്ലതുപോലെ പെനട്രേറ്റ് ചെയ്യാനും ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. ഗാൽവാനിക് മെഷീൻ വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ടിലാണ്. ഈ മെഷീനിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, അതായത് പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡ്സ്. നമ്മളിത് ഫേഷ്യലിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായും നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡ്, അതായത് ഒരു ലോങ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉണ്ട്. അതിൻ്റെ എൻഡിൽ ബോൾ ബിയറിങ്സ് ഉണ്ട്. അത് നമ്മളുടെ നോസിനും ചിന്നിനും മസാജ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മെഷീനിൽ നിന്ന് 2 കറണ്ടുകളാണ് എമിറ്റ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് കറണ്ടും പോസിറ്റീവ് കറണ്ടും.
നെഗറ്റീവ് കറണ്ട് കൊടുത്ത് ഗാൽവാനിക് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അത് ക്ലെൻസിങ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡീപ്പായിട്ടുള്ള അഴുക്ക് റിമൂവ് ആവുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ ഡിസിൻക്രസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അടുത്തതായി പോസിറ്റീവ് കറണ്ട് ഉപയോഗിച്ച് ഗാൽവാനിക് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് അബ്സോർവ് ആകുന്നു, അല്ലെങ്കിൽ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ അയണൈസേഷൻ അല്ലെങ്കിൽ ആൻറ്റോപ്രോസിസ് എന്ന് പറയുന്നു. ഗാൽവാനിക് മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള എഫക്ട്സ് ഒന്ന് നോക്കാം. സ്കിന്നിനെ കംപ്ലീറ്റായി ക്ലെൻസ് ചെയ്യുകയും ഡീടോക്സിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. വിങ്കിൾസും ഫൈൻ ലൈൻസുമൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് നല്ല രീതിയിൽ സ്കിന്നിൽ അബ്സോർവ് ആവുകയും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് കിട്ടുകയും ചെയ്യുന്നു. സ്കിൻ നല്ല ബ്രൈറ്റർ ആക്കുന്നു. അടുത്തത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. അതായത് ഈ പറയുന്ന കണ്ടീഷനിൽ ഗാൽവാനിക് മെഷീൻ ഉപയോഗിക്കരുത്. സ്കിൻ ഇൻഫെക്ഷൻ ഓർ ഇറിറ്റേഷൻ, വാസ്കുലർ ഓർ ഹൈപ്പർ സെൻസിറ്റീവ് സ്കിൻ, സൈനസൈറ്റിസ്, എപ്പിലെപ്സി, എക്സസീവ് ഫീലിങ്സ്. നെക്സ്റ്റ്, ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേഷ്യൽ മെഷീൻ. സൂത്തിങ്ങും റിലാക്സിങ്ങുമായ ഒരു ജെൻറ്റിൽ മസാജാണ് ഈ മെഷീൻ നൽകുന്നത്. അതുവഴി ഐസിൻ്റെയും നെക്കിൻ്റെയും മുഖത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. ലിംഫാറ്റിക് വെസൽസിൻ്റെയും നോട്ട്സിൻ്റെയും ഒരു വലിയ നെറ്റ്വർക്കാണ് ലിംഫാറ്റിക് സിസ്റ്റം. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. സ്വെല്ലിംഗ്, ഡൾ സ്കിൻ മുതലായവ കുറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ നിന്ന് വേസ്റ്റ്, ടോക്സിൻസ്, എക്സസ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഫ്ലൂയിഡ്സ് ഇവയൊക്കെ റിമൂവ് ചെയ്യാനും ഈ മെഷീൻ വളരെ നല്ലതാണ്. ഈ മെഷീൻ ആക്നെ, കൂപ്ഡ് റോസ്, ജെൻറ്റിലായിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള കഞ്ചഷൻ മുതലായവയ്ക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് ഒരു റിതമിക്കായിട്ടുള്ളൊരു സക്ഷൻ മെത്തേഡിലാണ്. ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേഷ്യലുള്ള മസാജ് ഓർഡിനറി മസാജ് അല്ല. തീർച്ചയായും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് മാത്രമേ ലിംഫാറ്റിക് ഫേഷ്യൽ സ്വീകരിക്കാവുള്ളൂ. ഈ പിക്ചറിൽ തന്നിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ നോട്ട്സ് കണ്ട് മനസ്സിലാക്കുക. കോൺട്രാ ഇൻഡിക്കേഷൻസ്: അക്യൂട്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയ, വൈറസ്, പോയ്സൺ മുതലായവയിൽ നിന്ന് ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും പറയപ്പെടുന്നു. നെക്സ്റ്റ്, മൈക്രോഡെർമാബ്രഷൻ ഓർ അൾട്രാസോണിക് എക്സ്ഫോളിയേഷൻ മെഷീനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് സ്കിന്നിൽ നിന്നും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. മാത്രവുമല്ല സ്കിന്നിന് നല്ല ഈവൻ ആയിട്ടുള്ള ടോണും നൽകുന്നു. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അതുപോലെ തന്നെ സ്കിന്നിനെ സ്മൂത്തുമാക്കുന്നു. തിക്കറായിട്ടുള്ള സ്കിൻ ടൈപ്പിന് ഇത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ട്രീറ്റ്മെൻറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അൾട്രാസോണിക് എക്സ്ഫോളിയേഷൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സ്കിൻ ഡിസീസസ്, ന്യൂറാൾജിയ ഐ ആൻഡ് ട്രിജിമിനൽ നെർവ്സ്, acute infectious diseases, dilated capillaries, tumors and post-operative period, recently made chemical peeling, pregnancy, tuberculosis. ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് പ്രധാനമായും 5 ഉപകരണങ്ങളാണ്. ഫേഷ്യലിന് യൂസ് ചെയ്യാവുന്ന 5 ഉപകരണങ്ങൾ. ആദ്യത്തേത് ഫേഷ്യൽ സ്റ്റീമറാണ്. സ്റ്റീമർ ഫേഷ്യലിന് യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെഷീനാണ്. അതുപോലെ തന്നെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ബ്രഷ്. അത് അടുത്തതായി ഗാൽവാനിക് ഇലക്ട്രോഫേഷ്യൽ മെഷീനാണ്. ഇത് ഗാൽവാനിക് മെഷീനും ഫേഷ്യലിൽ വളരെയേറെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അടുത്തത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേഷ്യൽ മെഷീനാണ്. ഇത് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലൊരു മെഷീനാണ്. പക്ഷേ തീർച്ചയായും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് മാത്രം ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേഷ്യൽ സ്വീകരിക്കുക. ലാസ്റ്റ് അൾട്രാസോണിക് എക്സ്ഫോളിയേഷൻ മെഷീനാണ്. ഇത് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ വളരെ നല്ലൊരു മെഷീനാണ്. ഇതും ഫേഷ്യലിൽ യൂസ് ചെയ്യുന്നതാണ്.
നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ഒന്നാമത്തേത് ലിസ്റ്റ് സം മെത്തേഡ് ഓഫ് ഇലക്ട്രിക്കൽ ഫേഷ്യൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് സ്റ്റേറ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീമിംഗ്. 3 ഹൗ ടു ചൂസ് എ റൈറ്റ് ഇലക്ട്രിക്കൽ ബ്രഷ്. ഈ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടീച്ചറിന് നൽകുക. ഈ രണ്ടാമത്തെ യൂണിറ്റ് ഇതോട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത യൂണിറ്റ് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. താങ്ക് യു.